ന്യൂസ് 16 കേരള. നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഇറാന്റെ നിർണായക ഇടപെടൽ. ഹൂതികളുമായി ബന്ധപ്പെട്ടു. ഇനിയുള്ള പ്രതീക്ഷ ഇറാന്റെ നീക്കത്തിൽ. യമൻ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള സാധ്യത മങ്ങിയിരിക്കെ പ്രതീക്ഷ നൽകി ഇറാന്റെ നിർണായക ഇടപെടൽ. കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയുടെ കുടുംബവുമായി ഇറാൻ പ്രതികൾ ബന്ധപ്പെട്ടതായി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. കുടുംബത്തിന് ബ്ലഡ് മണി നൽകി മാപ്പ് തേടാനുള്ള വഴികളാണ് നടത്തുന്നത്. ഇതിന്റെ പ്രാഥമിക നീക്കമാണ് ഇറാനിൽ നിന്നുണ്ടായത്. തലാലിന്റെ കുടുംബവുമായുള്ള ചർച്ചയ്ക്ക് ഇടനിലക്കാരാകാമെന്ന് ഇറാൻ നേരത്തെ ഇന്ത്യയോട് അറിയിച്ചിരുന്നു. എന്നാൽ കുടുംബത്തെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അതിനിടെയാണ് കേസിൽ പുതിയ വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നത്. ഹൂതി മേഖലയിൽപ്പെട്ട പ്രദേശത്താണ് സംഭവം നടന്നത്. അതിനാൽ ഹൂതികളുടെ സ്വയംഭരണ സംവിധാനമാണ് വധശിക്ഷ വിധിച്ചത്. ഇക്കാരണത്താൽ നയതന്ത്ര മേഖലയിൽ ഇടപെടുന്നതിന് ഇന്ത്യക്ക് തടസ്സമുണ്ട്. വിഷയത്തിൽ യമൻ സർക്കാരിനും ഇടപെടുന്നതിന് പരിധിയുണ്ട്. ഈ സാഹചര്യത്തിലാണ് വധശിക്ഷയ്ക്ക് യമൻ പ്രസിഡന്റ് ഡോക്ടർ റഷാദ് അൽ അലീമി അംഗീകാരം നൽകിയിട്ടില്ലെന്ന വിശദീകരണം യമൻ എംബസി നേരത്തെ ഇറക്കിയത്. നിമിഷപ്രിയയുടെ കേസ് നടന്നത് ഹൂതി നിയന്ത്രണത്തിലുള്ള മേഖലയിലാണെന്നും കേസ് കൈകാര്യം ചെയ്തതും ഹൂതികളാണെന്നുമാണ് ഡൽഹിയിൽ യമൻ എംബസി നൽകിയ വിശദീകരണം. എംബസിയുടെ വിശദീകരണത്തോടെ നിമിഷപ്രിയ കേസിൽ ഇന്ത്യക്ക് ഔദ്യോഗിക നയതന്ത്ര തലത്തിലെ ആശയവിനിമയം ബുദ്ധിമുട്ടായ സാഹചര്യത്തിലാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് നീക്കം നടന്നത്. നേരത്തെ വിഷയത്തിൽ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ഇറാന്റെ നിലപാട് മാത്രമാണ് ഇനിയുള്ള പ്രതീക്ഷ. ഹൂതികളുമായി മികച്ച ബന്ധത്തിലുള്ള ഇറാൻ വിഷയത്തിൽ ഗൗരവത്തിൽ ഇടപെട്ടാൽ കേസിൽ അനുകൂല നീക്കങ്ങളുണ്ടാകും. ഇറാന്റെ പോക്സി ഗ്രൂപ്പായാണ് ഹൂതികൾ അറിയപ്പെടുന്നത്. ഹൂതി നേതൃത്വവുമായി ഇറാന് മികച്ച ബന്ധവും ഉണ്ട്. നിമിഷപ്രിയയുടെ മോചനത്തിൽ ഇറാൻ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മാനുഷിക പരിഗണന എന്ന നിലയിൽ വിഷയത്തിൽ ഇടപെടൽ നടത്താൻ തയ്യാറാണെന്നാണ് മുതിർന്ന ഇറാൻ നയതന്ത്രജ്ഞൻ അറിയിച്ചത്. സാധ്യമായതെല്ലാം ചെയ്യുമെന്നാണ് ഇറാന്റെ വാഗ്ദാനം. കഴിഞ്ഞ ആഴ്ച ഇറാൻ വിദേശകാര്യ സഹമന്ത്രി ഡോക്ടർ തഖ്ത് റാവഞ്ചിയുടെ ഇന്ത്യ സന്ദർശനത്തിനിടെ ഇറാൻ എംബസിയിൽ ഇന്ത്യൻ മാധ്യമപ്രവർത്തകരുമായുള്ള അനൗദ്യോഗിക സംഭാഷണത്തിനിടെയാണ് നയതന്ത്രജ്ഞന് സഹായം വാഗ്ദാനം ചെയ്തത്. നയതന്ത്ര ചാനലിലൂടെയുള്ള ഇടപെടൽ, കൊല്ലപ്പെട്ട യമനി പൗരന്റെ കുടുംബവുമായുള്ള മധ്യസ്ഥ ചർച്ച എന്നിങ്ങനെയുള്ള സാധ്യതകളാകും വിഷയത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയെന്നാണ് റിപ്പോർട്ട്. ജനാധിപത്യ പ്രക്ഷോഭത്തിനൊടുവിൽ 2012 ഏകാധിപതിയായിരുന്ന അലി അബ്ദുള്ള സാലിഹിന്റെ പതനശേഷം ഇതുവരെ സുസ്ഥിര ഭരണവും സുരക്ഷയും ഉറപ്പായിട്ടില്ലാത്ത രാജ്യമായ യമനിലെ നല്ലൊരു പ്രദേശവും ഇറാൻ പിന്തുണയുള്ള ഹൂതികളുടെ നിയന്ത്രണത്തിലാണ്. ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.